എൻ്റെ പേര് മനോജ് ഫിലിപ്പ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഇൻ്റർനെറ്റിൽ എൻ്റെ വീഡിയോ വാച്ച് ചെയ്യുന്നതെങ്കിൽ താങ്ക് യു. ഇന്നത്തെ കണ്ടൻറ്റ് മെയിനായിട്ട് വേൾഡിലെ ഫേമസ് ആയിട്ടുള്ള 3 വ്യക്തിത്വങ്ങളെ പറ്റിയാണ്. പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി, അമേരിക്കൻ പ്രസിഡൻറ്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ അസിസ്റ്റൻറ്റും ബിസിനസ് ടൈക്കൂണുമായ ഇലോൺ മസ്കിനെ പറ്റിയാണ്. ഈ 3 പേരുടെ ബർത്ത് ചാർട്ട് നമ്മൾ അനലൈസ് ചെയ്യുമ്പോഴത്തേന് നമുക്ക് മനസ്സിലാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2025, 26, 27, 28 കാലഘട്ടത്തിൽ പല രീതിയിലുള്ള മാറ്റങ്ങൾ, പ്രത്യേകിച്ച് നേതൃത്വ മാറ്റം ഈ ലോകത്ത് സംഭവിക്കും. അതുപോലെ തന്നെ അടുത്ത 7 വർഷം ടെക്നോളജിയിൽ പല രീതിയിലുള്ള അഡ്വാൻസ് ആയിട്ടുള്ള ഇംപ്ലിമെൻറ്റേഷൻ നമുക്ക് കാണാൻ പറ്റും. പ്രത്യേകിച്ച് ശനി കുംഭൻ രാശിയിൽ നിന്ന് മീനൻ രാശിയിലേക്ക് മാറുകയാണ്, 12ാം രാശിയിലേക്ക് പോവുകയാണ്. ശനി തനിയല്ല അവിടെ നിൽക്കുന്നത്. ശനിയുടെ കൂടെ സൂര്യനുണ്ട്, ചന്ദ്രനുണ്ട്, അതുപോലെ തന്നെ ബുധനും ശുക്രനും വക്രത്തിൽ, ബുധനും മൗഢ്യം, അതുപോലെ തന്നെ രാഹു, നെപ്റ്റ്യൂൺ, ഇങ്ങനെ 7 കൺജങ്ഷനാണ് മീനൻ രാശിയിൽ നടക്കുന്നത്. ചിലപ്പം വേൾഡിൽ പല രീതിയിലുള്ള അപകടങ്ങളും പ്രത്യേകിച്ച് യുദ്ധവും ഒക്കെ പൊട്ടിപ്പുറപ്പെടാനുള്ള കാലഘട്ടമാണ്. അമേരിക്കയിൽ ഒരു നേതൃത്വ മാറ്റമാണ് ഞാൻ ഡൊണാൾഡ് ട്രംപിൻ്റെ ചാർട്ട് നോക്കുമ്പോൾ തന്നെ കാണുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജ്യോതിഷം അറിയാവുന്ന ആർക്കും മനസ്സിലാവും, ഡൊണാൾഡ് ട്രംപിൻ്റെ ചാർട്ട് നോക്കുമ്പോൾ തന്നെ ആ ചാർട്ടിൻ്റെ ലെങ്ത് 80 വയസ്സ് വരെയാണ്. 80 ഇയേഴ്സ് കഴിഞ്ഞ് കിട്ടുന്ന എല്ലാം മിസ്റ്റർ ട്രംപിന് അഡ്വാൻസ് ആണ്, ഒരു ബോണസാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ആരാണോ ട്രംപിൻ്റെ കൂടെ ക്ലോസ് അസോസിയേറ്റ്, അവരുടെ കയ്യിലേക്ക് അധികാരങ്ങൾ ചെല്ലുന്ന ഒരു കാലഘട്ടമാണ് കമ്മിങ് ഇയേഴ്സ്. അതുകൊണ്ട് എന്താണ് അമേരിക്കയിൽ സംഭവിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. ഏതായാലും 1 വർഷത്തേക്ക് വളരെയധികം മോശപ്പെട്ട കാലഘട്ടമാണ് ട്രംപിന്. മാർച്ച് 29, 2025 സ്കൈയുടെ പ്ലാനറ്ററി അലൈൻമെൻറ്റ് നമ്മൾ ഈ കാണുന്ന രീതിയിലാണ്. ഓക്കെ, അപ്പം ട്രംപിൻ്റെ ലഗ്നം ലിയോ ലഗ്നമാണ്. ലിയോ ലഗ്നത്തിൽ 8th ഹൗസിലാണ് സൂര്യനും ചന്ദ്രനും ശനിയും ബുധനും ശുക്രനും രാഹുവും നെപ്റ്റ്യൂണും എല്ലാം കൂടെ ക്ലോസ് കൺജങ്ഷനാണ്. ഓക്കെ, അപ്പം ട്രംപിൻ്റെ ഗ്രഹനില നോക്കുമ്പോഴത്തേന്, ഡൊണാൾഡ് ട്രംപിൻ്റെ ഗ്രഹനില നോക്കുമ്പോഴത്തേന് ലിയോ ലഗ്നത്തിൽ വ്യാഴദശയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് 2014 10ാം മാസം തൊട്ട്. ഓക്കെ, ഈ വ്യാഴദശയിൽ ചന്ദ്രാപഹാര കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സൂക്ഷിക്കേണ്ട ഒരു കാലമാണ്. ഈ കാലഘട്ടം സ്റ്റാർട്ട് ചെയ്യുന്നത് 2026 ഫെബ്രുവരി മാസമാണ്. ഈ ഫെബ്രുവരി മാസം തൊട്ട് ഒരു 6 മാസത്തേക്ക് ട്രംപിന് നല്ലൊരു സമയമല്ല. ഈ ഒരു കാലഘട്ടം കഴിഞ്ഞ് കിട്ടിയാൽ മാത്രമേ ട്രംപിന് അമേരിക്കൻ നേഷണൽ ട്രംപിൻ്റേതായിട്ടുള്ള ഒരു ഡെസ്റ്റിനി ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പറ്റി പറയുമ്പോഴത്തേന് നരേന്ദ്രമോദിയുടെ ചാർട്ട് പവർഫുള്ളാണ്. അപ്പം ഒരു 77ാമത്തെ വയസ്സിൽ നരേന്ദ്രമോദിക്കും എന്തോ ഒരു ബ്രേക്ക് ത്രൂ ഉണ്ട്. അടുത്ത 7 വർഷം വേൾഡിൽ പല രീതിയിലുള്ള അഡ്വാൻസ് ആയിട്ടുള്ള പല രീതിയിലുള്ള ടെക്നോളജീസും ഇംപ്ലിമെൻറ്റ് ചെയ്യും. അതുപോലെ തന്നെ രാഷ്ട്രീയത്തിൽ നേതൃത്വ മാറ്റം മസ്റ്റായിട്ടുള്ളൊരു കാലഘട്ടമാണ്. നമ്മൾ എന്താണോ ഇന്ന് കാണുന്നത് അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കാണുകയും, അതുപോലെ തന്നെ രാഷ്ട്രീയക്കാർ, വേൾഡ് ലീഡേഴ്സ് നമ്മളോട് കാണിക്കുന്ന, പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമല്ലായിരിക്കും അവർ ചെയ്യാൻ പോകുന്നത്, പ്രത്യേകിച്ച് അമേരിക്ക. എനിവേ, ഓരോ വ്യക്തിക്കും സ്പെസിഫിക് ആയിട്ടുള്ള ഡെസ്റ്റിനി ഉണ്ട്. നമ്മൾ അത് ഈ ലോകത്തിൽ നമ്മൾ ഗ്രൗണ്ട് ചെയ്യുന്ന ആ പെർട്ടിക്കുലർ മൂവ്മെൻറ്റ് തൊട്ടേ അത് ലോഡഡാണ്. അത് ഒരു ആൾദൈവങ്ങൾക്കോ ഒരു മോട്ടിവേഷൻ സ്പീക്കേഴ്സിനോ അല്ലെങ്കിൽ പൂജ ചെയ്തോ വഴിപാട് ചെയ്തോ പ്രാർത്ഥിച്ചോ ഒന്നും മാറ്റാൻ പറ്റുന്ന ഒരു കാര്യമല്ല നമ്മുടെ വിധി. ഓക്കെ, ജ്യോതിഷം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. ജ്യോതിഷം കൊണ്ട് ആർക്കും ഒരു ഉപദ്രവവും ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ എന്താണോ അത്, എങ്ങനെയാണ് നമ്മുടെ ജീവിതം ഈ ലോകത്ത് നമ്മൾ ജീവിച്ചിരിക്കുമ്പോഴത്തേനും ജീവിതം തൊട്ട് മരണം വരെയുള്ള ഒരു പ്രോസസ്സ് അറിയാനുള്ള ഒരു ഏറ്റവും ബെസ്റ്റ് ടൂളാണ് അസ്ട്രോളജി. അതുകൊണ്ട് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അതുപോലെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് സീ യു നെക്സ്റ്റ്.